ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഓൺലൈൻ അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പുതിയ ചാപ്റ്ററാണ് മെറ്റീരിയൽസ്. ചാപ്റ്റർ 2 മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു സിമ്പിളായിട്ട് പറയാറുണ്ട്, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന അസംസ്കൃത വസ്തുക്കളെ നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറയും. റോ മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്താണ് മെറ്റീരിയൽസ്, അതിൻ്റെ മീനിങ് എന്താണ്, എന്തൊക്കെയാണ് മെറ്റീരിയൽസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് മീനിങ് ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഇറ്റ് ഈസ് ദ സബ്സ്റ്റാൻസസ് ഫ്രം വിച്ച് ദ പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ്. മെറ്റീരിയൽസ് ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽസ്, കോമ്പണൻസ്, കൺസ്യൂമബിൾ സ്റ്റോർ, ടൂൾസ്, പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽസ്. നമുക്കറിയാം, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾക്കായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസിനായിരിക്കും എന്നും പറയാൻ പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞത്, മെറ്റീരിയൽസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് നമ്മളിതിൻ്റെ മുന്നേ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് പഠിച്ചിരുന്നു അല്ലേ. 3 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് എന്ന് പറയും അല്ലേ. അതിന് നമ്മൾ വീണ്ടും ഡയറക്റ്റ് മെറ്റീരിയൽസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ഡിവൈഡ് ചെയ്തു. അതുപോലെ ലേബേഴ്സിനെ ഡയറക്റ്റ് ലേബേഴ്സ് ഇൻഡയറക്റ്റ് ലേബേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതുപോലെ എക്സ്പെൻസിനെ ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിൽ എലമെൻറ്റ്സ്, കോസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് അല്ലേ, കോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സാണ് മെറ്റീരിയൽ എന്ന് പറയാനുള്ളത്. ആ മെറ്റീരിയൽസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? റോ മെറ്റീരിയൽസിൽ പെടും. അതുപോലെ കോമ്പണൻസ്, അതിന് ഘടകങ്ങൾ, കൺസ്യൂമറബിൾ സ്റ്റോർസ് അതിലുൾപ്പെടും, ടൂൾസ് അതിലുൾപ്പെടും, പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽസിനെയും നമ്മൾ എന്ത് പറയും, മെറ്റീരിയൽസ് എന്നുള്ള ഹെഡിൽ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്നുള്ള കാറ്റഗറിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ എന്താണ് സ്റ്റോർസ് എന്നുള്ളത് നോക്കാം. നമ്മളിവിടെ കൺസ്യൂമർ സ്റ്റോർ എന്ന് പറയാം. സ്റ്റോർസ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ പ്രൊഡക്റ്റ് ബട്ട് ഓൾസോ അതർ ഐറ്റം ഹെൽഡ്സ് ഇൻ സ്റ്റോക്ക് ഇൻ സ്റ്റോർ റൂം സച്ച് ആസ് കോമ്പണൻസ്, ടൂൾസ്, പാറ്റേൺ, മെയിൻ്റനൻസ് മെറ്റീരിയൽസ് എക്സെട്ര. അല്ലേ, നമ്മളിവിടെ സ്റ്റോഴ്സിൽ നമ്മൾ റോ മെറ്റീരിയൽസ് മാത്രമല്ല നമ്മൾ സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യുന്ന, സ്റ്റോർ റൂമിൽ കീപ്പ് ചെയ്യുന്ന കോമ്പണൻസ്, അതുപോലെ ടൂൾസ് അല്ലേ, ടൂൾസൊക്കെ അറിയില്ല, ടൂൾസ്, പാറ്റേൺ, മെയിൻ്റനൻസ് മെറ്റീരിയൽസ് എക്സെട്ര, അതൊക്കെ നമ്മൾ സ്റ്റോഴ്സിൽ ഉൾപ്പെടും. നമ്മൾ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സ്റ്റോർ റൂം എന്നൊക്കെ പറയില്ല. അപ്പോൾ സ്റ്റോർ റൂമിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോർ റൂമിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും? അതിൻ്റെ ടൂൾസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളിപ്പം ക്രിക്കറ്റിൻ്റെ ഐറ്റംസൊക്കെ വരുന്നത്, ഇപ്പോൾ ക്രിക്കറ്റ് നമ്മൾ കോളേജിലാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റിന് ഒരു സ്റ്റോർ റൂം ഉണ്ടാവും അല്ലേ. ആ സ്റ്റോർ റൂമിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പണൻസ്, അതിൻ്റെ ടൂൾസ്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെറ്റീരിയൽസ്, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റോർ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. നെക്സ്റ്റ് നോക്കുക, ഇൻവെൻട്രി. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഒരുപാട് പ്രാവശ്യം പഠിച്ചാണ് ഇൻവെൻട്രി എന്നുള്ളത്. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ദ ടേം ഇൻവെൻട്രി സിംപ്ലി റെഫേഴ്സ് ടു സ്റ്റോക്ക്. സ്റ്റോക്കിന് പറഞ്ഞ പേരാണെന്ത്? ഇൻവെൻട്രി എന്ന് പറയും. ദ ഡിക്ഷണറി മീനിങ് ഓഫ് ഇൻവെൻട്രി ഈസ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഓർ ലിസ്റ്റ് ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സിൻ്റെ ലിസ്റ്റ് അല്ലേ, എന്ന് പറഞ്ഞ പേരാണ് സ്റ്റോക്ക്. ഇപ്പോൾ എൻ്റെ ഷോപ്പിൽ ഒരു എക്സാമ്പിളായിട്ട് പറയാം, എൻ്റെ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ അല്ലെങ്കിൽ എന്തുണ്ട്, അവിടെ വരുന്ന ഗുഡ്സിൻ്റെ ലിസ്റ്റിനെ ഞാൻ പറഞ്ഞ പേരാണെന്ത്? ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും. നെക്സ്റ്റ് നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കോമ്പണൻസ് ഓഫ് കോസ്റ്റ് അല്ലേ, കോസ്റ്റിൻ്റെ കോമ്പണൻസ് എന്താണ്? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മെറ്റീരിയൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും അല്ലേ. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ മെറ്റീരിയൽസ് ഫ്രം ദ കോസ്റ്റ് അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂ, മെറ്റീരിയൽസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഫസ്റ്റ് ഒന്ന് നോക്കാം, ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് ആർ ഡയറക്ട്ലി എൻറ്ററിങ് ടു ദ പ്രൊഡക്ഷൻ and become a finished goods. Direct materials can be easily identified in the product and can be directly charged at product or jobs. ഡയറക്റ്റ് എന്ന വേർഡ് മീനിങ് കിട്ടും, നേരിട്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് മാറുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിലോ നേരിട്ട് ബാധിക്കുന്ന റോ മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ പേരാണെന്ത്? ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഓക്കെ. ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. ഡയറക്റ്റ് മെറ്റീരിയൽസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ബി indirectly entering to
പ്രൊഡക്ഷൻ ഓർ പ്രോസസ് ഇൻഡയറക്ട്ലി എന്നാണ്. ഓക്കെ, ദിസ് ജനറലി ഡു നോട്ട് ഫ്രോം എ പാർട്ട് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ദേ ആർ യൂസ്ഡ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് വെരി സ്മോൾ വാല്യൂ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. പ്രൊഡക്ഷനോ അതുപോലെ പ്രോസസ്സിലോ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത മെറ്റീരിയൽസിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്നും നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ മെറ്റീരിയൽസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് നോക്കുക, മെറ്റീരിയൽ കൺട്രോൾ ഓർ ഇൻവെൻറ്ററി കൺട്രോൾ. എന്താണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ മെറ്റീരിയൽ കൺട്രോൾ സിംപ്ലി റെഫേഴ്സ് ടു കൺട്രോൾ ഓഫ് ഓവർ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നതിന് പറഞ്ഞ പേരാണെന്ത്? ഇൻവെൻറ്ററി control അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോൾ മേ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം വിച്ച് എൻഷുർ ദ പ്രൊവിഷൻ of the right quantity of materials of right quantity at the right time and place at the minimum cost. There are 5 R's involved in efficient materials control system. They are right quantity, right quality, right place, right time and right source. അതായത് എന്താണ്, നമ്മളൊരു മെറ്റീരിയൽ കൺട്രോൾ ചെയ്യണത് ഓവറായിട്ട് മെറ്റീരിയൽ ഉണ്ടാകാൻ പാടില്ല, കുറഞ്ഞ രീതിയിലുള്ള മെറ്റീരിയൽ ഉണ്ടാകാൻ പാടില്ല അല്ലേ. മെറ്റീരിയലൊക്കെ കറക്റ്റ് ആയിരിക്കണം, അതിനെ കൺട്രോൾ ചെയ്യണം. അതിലിവിടെ 5R എന്നുള്ളതാണ് ഇവിടെ ഒരു കൺസെപ്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പറഞ്ഞത് മെറ്റീരിയൽ റൈറ്റ് ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. ഓക്കെ, റൈറ്റ് ക്വാളിറ്റിയിലുള്ളതായിരിക്കണം, അതുപോലെ റൈറ്റ് പ്രൈസിലുള്ളതായിരിക്കണം, റൈറ്റ് ടൈമിന് സാധനം കിട്ടിയിരിക്കണം, റൈറ്റ് സോഴ്സ് നിന്നായിരിക്കണം നമുക്ക് സാധനം മേടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കറക്റ്റാണ്. ഈ 5R എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള 5R കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മെറ്റീരിയൽ കൺട്രോൾ എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടി വെക്കുക. റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, ദെൻ റൈറ്റ് പ്രൈസ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് സോഴ്സ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ. മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് എൻഷുർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് റിക്വയർഡ് മെറ്റീരിയൽസ്. സ്ഥാപനം നടത്തുമ്പോൾ എന്താണ്, ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനമാണെന്ന് കരുതാം. സ്ഥാപനത്തിൽ റോ മെറ്റീരിയൽസ് വേണം അല്ലേ. അപ്പോൾ എനിക്ക് 10,000 സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് 10,000 സോപ്പിനുള്ള റോ മെറ്റീരിയൽസ് കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. അടുത്ത മാസത്തേക്ക് അടുത്തതെന്നുള്ള രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള ആ മെറ്റീരിയൽ കൺട്രോള് ചെയ്തിരിക്കണം. ദെൻ ഇറ്റ് മിനിമൈസ് വേസ്റ്റേജ് അല്ലേ. മെറ്റീരിയൽ കൺട്രോൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേസ്റ്റേജുകളൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 1000 സോപ്പ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കരുതാം. എൻ്റെ കയ്യിൽ ഞാനൊരു 10,000 സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അത്രയും സ്റ്റോക്കുകൾ ഞാൻ കീപ്പ് ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റോക്ക് കീപ്പ് ചെയ്യാനുള്ള ചാർജ്, അതിൻ്റെ മെയിൻ്റെനൻസൊക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് വേസ്റ്റേജ് കൂട്ടാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മിനിമൈസ് വേസ്റ്റേജ് ചെയ്യാൻ പറ്റും. ദെൻ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. നമ്മളെ ഫണ്ട് നമ്മൾ ബിസിനസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു കാര്യമാണ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സ് അല്ലേ. അപ്പോൾ നമ്മളെ കയ്യിൽ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് എന്ത് ചെയ്യുക? അത് നമ്മൾ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ മെറ്റീരിയൽ കൺട്രോളിലൂടെ നമുക്ക് കഴിയും. ദെൻ ഇറ്റ് റെഡ്യൂസ് സ്റ്റോറേജ് കോസ്റ്റ് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അതിൻ്റെ ബേസിൽ നമുക്ക് മെറ്റീരിയൽസ് മേടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് സ്റ്റോറേജ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ വെയർ ഹൗസിങ് കോസ്റ്റുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അഞ്ചാമത്തേക്ക് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടൈഡ് അപ്പ് ഇൻവെൻട്രീസുകൾ. അതുപോലെ ക്യാപിറ്റൽ ടൈപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അതുപോലെ മറ്റു കോസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇൻവെൻട്രീസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കണക്കില്ലാതെ എന്താ പറയുക, നമ്മൾ ഒരു കൗണ്ട് ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ 6 നോക്കുക, ഇറ്റ് എൻഷുർ എഫിഷ്യൻ്റ് ആൻഡ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. നമ്മളെ രീതിയിൽ എഫിഷ്യൻ്റായിട്ട് നമ്മളെ റിസോഴ്സുകളെ യൂസ് ചെയ്യാൻ നമുക്ക് ഈ മെറ്റീരിയൽ കൺട്രോളിലൂടെ നമുക്ക് സാധിക്കും. ദെൻ നെക്സ്റ്റ് നോക്കാം, ഇറ്റ് പ്രൊവൈഡ്
റിക്വേർഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റിന് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മാനേജ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു 5000 രൂപയുടെ ഇതുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് പറയുന്നത് അടുത്ത മാസം നമുക്ക് ബൾക്കായിട്ട് കുറച്ചും കൂടി ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷന് കോസ്റ്റ് കൺട്രോളിലൂടെ, ഇൻവെൻറ്ററി കൺട്രോളിലൂടെ, മെറ്റീരിയൽ കൺട്രോളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ, മാനേജ്മെൻറ്റിന് പാസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ ഓർ ഇൻവെൻറ്ററി കൺട്രോൾ. എന്തൊക്കെയാണ് മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം ഒന്ന് നോക്കാം. ഫസ്റ്റ് നോക്കാം, ടു എൻഷുർ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ. നമുക്കറിയാം ഈ മെറ്റീരിയൽ കൺട്രോളിങ്ങിൽ നമ്മൾ ഒരിക്കലും പ്രൊഡക്ഷന് നിന്ന് പോകാൻ പാടില്ല. അപ്പോൾ പ്രൊഡക്ഷൻ നിന്ന് പോകാതിരിക്കാൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ നടത്തിക്കൊണ്ടേയിരിക്കണം അല്ലേ. അപ്പോൾ ആ സപ്ലൈ അനുസരിച്ച് നമുക്ക് ബിസിനസ് സ്ഥാപനത്തിന് എത്ര റോ മെറ്റീരിയൽസ് വേണം, അതിൻ്റെ ഡിമാൻഡിനനുസരിച്ച് നമുക്കിവിടെ സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കണം. അതിന് ഇൻവെൻറ്ററി കൺട്രോളിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സാണ്. നെക്സ്റ്റ് നോക്കുക, ടു അവോയ്ഡ് അണ്ടർ ഓർ ഓവർ സ്റ്റോക്ക്. ഇത് രണ്ടും ഒരുപോലെ ഭീഷണിയാണ്. അണ്ടർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 10,000 സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ 5,000 സോപ്പിൻ്റെ റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും, അണ്ടർ കൺട്രോൾ എന്ന് പറയും, അണ്ടർ സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് എഫിഷ്യൻ്റ് അല്ല. ദെൻ 10,000 സോപ്പിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ 50,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്, അത് ഓവർ സ്റ്റോക്കിംഗ് ആണ്. അപ്പോൾ ടു അവോയ്ഡ് അണ്ടർ ഓർ ഓവർ സ്റ്റോക്കിംഗ് നമുക്കിവിടെ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ടു മിനിമൈസ് വേസ്റ്റേജുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇതിലൂടെ കൺട്രോളിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ടു എൻഷുർ റെക്കോർഡ് ക്വാളിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. അല്ലേ, നമുക്ക് ഈ ഇൻവെൻറ്ററി കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും. ടു എൻഷുർ റെക്കോർഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റിനെ ടു എൻഷുർ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റോ മെറ്റീരിയൽസ്. നമ്മളെ കയ്യിലുള്ള റോ മെറ്റീരിയൽസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഈ ഇൻവെൻറ്ററി കൺട്രോളിലൂടെ നമുക്ക് സാധിക്കും. ദെൻ ടു എൻഷുർ പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ്. അല്ലേ, നമ്മളെ കയ്യിലുള്ള സ്റ്റോറേജ് അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള എത്ര റോ മെറ്റീരിയൽസ് ഉണ്ടോ അത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ അക്കൗണ്ടിങ് എണ്ണമൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ചില മെറ്റീരിയൽസിൽ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടതുണ്ടാവും, ചില മെറ്റീരിയൽസ് നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടാത്തതായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അത് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എവിടെയാണെന്നും അല്ലാത്തത് എവിടെയാണ് കീപ്പ് ചെയ്യേണ്ടത്, പ്രോപ്പർ സ്റ്റോറേജിൽ കീപ്പ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്ന ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇൻവെൻറ്ററി കൺട്രോളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ, എൻഷുർ ബെറ്റർ സർവീസ് ടു കസ്റ്റമർ. അല്ലേ, നമ്മളെ കയ്യിലുള്ള സ്റ്റോറേജ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണെന്ന് കരുതാം. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കസ്റ്റമർ പറയാം, എനിക്ക് നാളെ ഒരു 1000 സോപ്പ് വേണം, ബൾക്കായിട്ട് വേണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ റോ മെറ്റീരിയൽസ് കറക്റ്റായിട്ടുണ്ടോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് കസ്റ്റമറിനോട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ധൈര്യത്തിൽ നമുക്ക് ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റോ മെറ്റീരിയൽസ് എന്നതുകൊണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ ഓർ ഇൻവെൻറ്ററി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അപ്പോൾ നോക്കാം, ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഇന്നത്തെ ചാപ്റ്ററിൽ ഇന്ന് പുതിയ ചാപ്റ്ററാണ്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെ നോക്കാം. മെറ്റീരിയൽസ് എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പുതിയ പേര്. എന്താണ് മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്നും, എന്താണ് സ്റ്റോറി എന്നും, എന്താണ് ഇൻവെൻറ്ററി എന്നും നോക്കി. ദെൻ മെറ്റീരിയൽസിനെ 2 രീതിയിൽ, ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ എന്താണ് മെറ്റീരിയൽ കൺട്രോൾ എന്നും, മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റീരിയൽ കൺട്രോൾ സിംപ്ലി റെഫേഴ്സ് ടു കൺട്രോൾ ഓവർ മെറ്റീരിയൽ, അതാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ, മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻവെൻറ്ററി കൺട്രോള് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. തിയറി പോർഷനാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ മേ ബി
നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ മെറ്റീരിയലും അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കാം. ഓക്കെ, താങ്ക് യു.